ഇനി മുതൽ പാഠ്യവിഷയത്തോടൊപ്പം സ്കൂളുകളിൽ സൂംബ ഡാൻസും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ ശാരീരിക മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് പഠിപ്പിക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് 1500-ലധികം കുട്ടികളെ അണിനിരത്തി സൂംബ നൃത്തം സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരായ പോരാട്ടം എന്നതിനുമപ്പുറം കുട്ടികളിലെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുണ്ട്. സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദം വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് അങ്ങേയറ്റം മാതൃകാപരമായ ഒരു പരിപാടിയായിരിക്കും. എല്ലാ സ്കൂളുകളിലും ഈ പരിപാടിയും ഇതുപോലുള്ള പരിപാടികളും അതോടൊപ്പം കലാ സാഹിത്യ പരിപാടികളും എല്ലാം സംഘടിപ്പിക്കാൻ ആവണം. കുട്ടികൾക്ക് സ്കൂളിൽ പഠനത്തിനോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ സ്കൂൾ വിട്ടുപോയാൽ നാട്ടിലും വീട്ടിനടുത്തുമൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാവണമെന്നാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളും സമൂഹവും വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം മുതൽ സൂംബയെ ആഘോഷമാക്കാനാണ് കുട്ടികളുടെയും തീരുമാനം. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂംബ ഡാൻസ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഏത് പീരീഡിലാകും ഡാൻസ് പഠിപ്പിക്കുക എന്നത് പിന്നീട് തീരുമാനിക്കും. ഏത് സമയത്തായാലും തങ്ങൾ തയ്യാറാണെന്ന് ഒറ്റക്കെട്ടിലാണ് കുട്ടികളും. ജനം, തിരുവനന്തപുരം.